ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്കിന്ന് റേഷനരി കൊണ്ട് നല്ലൊരു ബിരിയാണി തയ്യാറാക്കാം. റേഷനരി കൊണ്ട് എഗ് ബിരിയാണിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ കാലമായ കാരണം നമുക്ക് റേഷനരി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ആദ്യം 3 കപ്പ് അരി എടുത്തു, പിന്നെ 4 കോഴിമുട്ട പുഴുങ്ങിയത്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കറുവാപ്പട്ട, ഏലക്കായ 3 എണ്ണം, ഗ്രാമ്പു, പിന്നെ ഒരു ബേ ലീഫും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്, 4 പച്ചമുളക്, 10 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുരുമുളക് 10 ഗ്രാം, സബോള 1 എണ്ണം, പിന്നെ അലങ്കരിക്കാൻ വേണ്ടി കിസ്മിസും അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്, ഒരു കറുവാപ്പട്ടയും, പിന്നെ ഒരു തക്കോലും 7-8 ഗ്രാമ്പും കൂടി നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. പെരിഞ്ചീരകവും ജീരകവും, പിന്നെ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, നെയ്യ് ആവശ്യത്തിന്, പിന്നെ തൈര് 1 കപ്പ്, പിന്നെ ക്യാരറ്റ്, ഗ്രീൻ പീസ് ഒരു 10 ഗ്രാം, സോയാ ചങ്ക്സ് ഒരു 5 ഗ്രാം. പിന്നെ അരി നമ്മൾ അരമണിക്കൂർ കഴുകി നല്ലോണം വെള്ളത്തിലിടണം. പിന്നെ അത് വാല വയ്ക്കണം, അരമണിക്കൂർ വാര വയ്ക്കും വേണം. എന്നിട്ട് വേണം അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക. അധികം വേവ് ആവാണ്ട് നമ്മൾ നോക്കണം. ആദ്യം ഒരു പാത്രം വെച്ച് അരി നല്ലോണം വെള്ളം ഒഴിക്കുക. അതിന് കാരണം വെള്ളത്തിൻ്റെ അളവിന് ആവശ്യമില്ല. നമ്മൾ വെള്ളം നല്ലോണം ഒഴിച്ചിട്ട് അത് നല്ലോണം വെള്ളത്തിൽ വേണം അരി തിളച്ച് വേവാനായിട്ട്. അതിനനുസരിച്ച് നമ്മൾ ഉപ്പിടുക. പിന്നെ അത് നല്ലോണം ഒന്ന് തള വരണോട് കൂടിയിട്ട് വേണം അരി ചേർക്കാനായിട്ട്. അരി നമ്മൾ അരമണിക്കൂർ വാല വെച്ച കാരണം പെട്ടെന്ന് തന്നെ വേവും. പിന്നെ റേഷനരി പെട്ടെന്ന് തന്നെ വേവേണ്ടതെന്ന്. അതിലേക്ക് നമ്മൾ ഒരു ചെറിയൊരു കഷ്ണം കറുവാപ്പട്ട, പിന്നെ തക്കോലം, ഗ്രാമ്പു, ബിരിയാണിക്ക് വേണ്ടത് ഏലക്കായ ഒക്കെ ചേർക്കണം. അതൊക്കെ ചേർക്കുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു മണം കിട്ടും. പിന്നെ ബേ ലീഫ് ഒരെണ്ണം ചേർത്തുണ്ട്, അതൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ അരി അരമണിക്കൂർ കഴുകി വാല വെച്ചത് അതിലേക്ക് ചേർക്കും. എന്നിട്ട് അത് നല്ലോണം ഒന്നിങ്ങനെ തിളച്ച് വന്ന് നമ്മൾ വേവ് നോക്കി നിൽക്കണം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിയണം. അത് ഒന്ന് തൊടാണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മൂടി വെച്ച് നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് കുഴഞ്ഞു പോകും. തള വരണോടുകൂടി നോക്കണം. എന്നിട്ട് നമ്മൾ വേവ് വല്ലാണ്ട് അങ്ങോട്ട് കൂടരുത്, പെട്ടെന്ന് തന്നെ എടുക്കണം. വേവ് നോക്കി എടുക്കണം. ഉപ്പ് പിന്നെ മുമ്പിട്ട് നിൽക്കണം ഉപ്പ്. അപ്പോൾ എന്നാൽ ആ ബിരിയാണി അരിയിൽ ഉപ്പ് പാകാവുള്ളൂ. അരിയിട്ട് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒന്ന് നോക്കണം. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം നോക്കിയിട്ട് എന്നിട്ട് 5 മിനിറ്റോളം ഒന്ന് തിളയ്ക്കണം നല്ലോണം. അപ്പോൾ തന്നെ അത് വേവും. അപ്പോൾ പിന്നെ നമ്മൾ വാർക്കാൻ നിൽക്കണ്ട, ചെറിയൊരു പാത്രം എടുത്തിട്ട് ഊറ്റിയെടുക്കുക. അല്ലെ വാർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് കുഴയും. അപ്പോൾ ഞാനൊരു കയ്യിൽ കൊണ്ട് ഊറ്റി ഒരു വെള്ളം വാലിന ഒരു പാത്രത്തേക്ക് ഇട്ടു. അത് 2-3 കയ്യിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഊറ്റിയെടുക്കണം, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ തന്നെ കിടന്ന് വേവ് കൂടും. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ അരി പാകമായിട്ട്, ബിരിയാണിയുടെ അരി ഈ ഒരു പാകത്തിന് എടുക്കും വേണം. അപ്പോൾ കറുവാപ്പട്ടയും ഗ്രാമ്പൂൻ്റെയും ഏലക്കായയും ഒക്കെ ടേസ്റ്റ് അതിലേക്ക് വന്ന് നല്ലൊരു മണം ഉണ്ടാവും ചെയ്യും, നല്ലൊരു ടേസ്റ്റും കിട്ടും. നമ്മളെല്ലാ അരിയും വാർത്തെടുക്കണം. റേഷനരി കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കണമെന്ന് നമുക്ക് തോന്നില്ല, അത്രയും ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. പിന്നെ ബിരിയാണി റൈസ് പോലെ അത് ഉപയോഗിക്കുകയും ചെയ്യാം. അല്ലാതെ ഊറ്റിയിട്ട് പെട്ടെന്ന് തന്നെ ഊറ്റി പാത്രത്തിലേക്ക് ഇടണം. അത് കഴിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കണം. അതിന് ശേഷം വേണം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് എടുക്കാനായിട്ട്. ആദ്യം നമ്മൾ കത്തിച്ച് നമ്മൾ
ഒരു പാൻ വെക്കണം. പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കണം. നെയ്യ് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കാം. നെയ്യ് മെൽറ്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ നെയ്യ് വെളിച്ചെണ്ണ എന്താ വേണമെങ്കിൽ ചേർക്കാം. നെയ്യാണ് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുക ബിരിയാണിക്ക്. കാരണം നെയ്യാണ് ഞാൻ എടുത്തുള്ളത്. അത് മൂത്ത് വരുമ്പോൾ നമുക്ക് കാഷ്നട്ടും കിസ്മിസും ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് വഴറ്റിയെടുക്കാം. 5 കാഷ്നട്ടാണ് എടുത്തുള്ളത്. നമുക്ക് ആവശ്യത്തിന് കുട്ടികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അധികം ചേർക്കാം. അതൊന്ന് ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം. അതിന് ശേഷം നമുക്ക് കിസ്മിസ് വറുത്ത് കോരാം. അതൊക്കെ ബിരിയാണി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് വറുത്ത് കോരിയിട്ട് ഇനി നമുക്ക് കിസ്മിസ് ഇടാം. ഒരു 10 കിസ്മിസോളം ഉണ്ട് ഇടാം. നല്ലോണം കഴുകി എടുത്തിട്ട് വേണം കിസ്മിസ് ഇടാനായിട്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഉരുണ്ട് വന്നാൽ മതി, എന്നിട്ട് കോരിയെടുക്കാം. പെട്ടെന്ന് തന്നെ കിസ്മിസ് കരി. അപ്പോൾ ജസ്റ്റ് ഒരു ബോൾ പോലെ വരുമ്പോൾ അത് കോരിയെടുക്കണം. പിന്നെ സവോള ചെറുതാക്കി നുറുക്കിയത് നല്ല സ്ലൈസായിട്ട് അരിയണം. എന്നാലും ബിരിയാണിക്ക് നല്ല ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ കനം കുറഞ്ഞ് അരിഞ്ഞാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഒരു സവോളിനെ അരിഞ്ഞ് നല്ലോണം കനം കുറച്ച് അരിഞ്ഞ് നെയ്യിൽ മൂപ്പിച്ചെടുക്കണം. അത് നല്ലോണം വഴറ്റി ബ്രൗൺ നിറാവണ വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനെടുക്കാം. അപ്പോൾ സവോള നല്ലോണം ക്രിസ്പിനെസ് ആയിട്ട് വേണം എടുക്കാനായിട്ട്. അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി വരണം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റണം. എന്നാലും സവോള ഒന്ന് വഴറ്റി വരും. ഒരു പ്ലേറ്റ് എടുത്ത് അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് അത് കോരിയിടുക. അപ്പം അതിൽ നെയ്യൊക്കെ വാർന്ന് പൊക്കോളും. അത് നമ്മൾ എന്നിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പരത്തിയിടണം. അപ്പോൾ നല്ല ക്രിസ്പിനെസ്സോട് കൂടി ഇരിക്കും. പിന്നെ ഗ്രീൻ പീസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ച് വെച്ചതാണ്. പിന്നെ ഒരു ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത് ബിരിയാണിയിൽ ചേർക്കുന്നത് നല്ലതാണ്. നല്ല ടേസ്റ്റ് കിട്ടും. അത് നെയ്യിലൊന്ന് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. ഒരുമിച്ച് വേണമെങ്കിൽ ആക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇത് സെപ്പറേറ്റാണ് ഇത് വഴറ്റിയെടുക്കണം. ക്യാരറ്റിൻ്റെ ഒരു പച്ചക്കുത്തൊന്ന് മാറി കഴിഞ്ഞാൽ നമുക്ക് അത് കോരിയെടുക്കാം. അത് നല്ല ബിരിയാണിയിൽ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. അത് പിന്നെ ഇടയ്ക്ക് വരെ കഷ്ണമായിട്ട് കടിക്കാനും കിട്ടും. അത് ആദ്യം പിന്നെ മാറ്റി വയ്ക്കാം. പിന്നെ ഗ്രീൻ പീസ് ഇടുക. വേവിച്ച ഗ്രീൻ പീസ് ഇടുക. എന്നാലും ഒന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുത്താൽ ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മുടെ ഇഷ്ടം പോലെ ആവശ്യത്തിനനുസരിച്ച് വെജിറ്റബിൾസ് ചേർക്കാം. ക്യാപ്സിക്ക അങ്ങനെ നമുക്ക് ഏതാ താല്പര്യം എന്ന് വെച്ചാൽ അത് ഓരോന്നായിട്ട് ചേർക്കാം. അപ്പം ഞാൻ ക്യാരറ്റും ഗ്രീൻ പീസും ചേർത്തിട്ടുള്ളൂ. അതും പിന്നെ മാറ്റി വയ്ക്കുക. അതൊക്കെ നമുക്ക് അവസാനം എടുക്കാം. ബിരിയാണി തമ്മിൽ യോജിപ്പിക്കുമ്പോൾ എടുക്കാം. പിന്നെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത്, 5 പച്ചമുളക്, പിന്നെ 10 അല്ലി വെളുത്തുള്ളിയും കൂടി മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. വല്ലാണ്ട് അരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കുരുമുളകും കൂടി ഒരു 10 ഗ്രാം കുരുമുളകും ചേർക്കണം. അത് നമ്മുടെ ബിരിയാണിയുടെ സ്പെഷ്യൽ മസാല. പെരിഞ്ചീരകവും ചേർത്തുണ്ട്, ജീരകം, അതൊക്കെ കൂടി ചേർത്ത് ജീരകവും ഞാൻ ഒരു 5 ഗ്രാം എടുത്തിട്ടുള്ളൂ. എല്ലാതും കൂടിയിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്താൽ മതി, അല്ലാണ്ട് വല്ലാണ്ട് അരയണ്ട. അത് നമുക്ക് ബിരിയാണി മൂപ്പിക്കുമ്പോൾ ചേർക്കാനുള്ളതാണ്. ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി വലിയൊരു കടായി വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് മൂത്ത് വരുമ്പോൾ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കാം. അതിലേക്ക് നമ്മൾ പെരിഞ്ചീരകവും കറുവാപ്പട്ട ഏലക്കായും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് സവോള ഒരെണ്ണം ചെറുതാക്കി നുറുക്കിയത് ചേർക്കാം. അത് നല്ല ടേസ്റ്റ് കിട്ടും. അതൊന്ന് വഴന്ന് എടുക്കണം, നല്ല ചെറുതാക്കി നുറുക്കണം.
അതൊന്ന് വഴന്ന് വരണം. റെഡിഷായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചേർക്കാം. സോയാ ചങ്ക്സ് വെള്ളത്തിൽ കുതിർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നല്ല ചൂടുള്ള വെള്ളത്തിൽ കുതിർത്തി വേവിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ചേർത്തത്. അത് നല്ലോണം ഒന്ന് വഴറ്റി വരണം. അപ്പോൾ ഈ ബിരിയാണിയുടെ മസാലയോട് കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതൊന്ന് നല്ലോണം ഒന്ന് ചുവക്ക് വറക്കണം. സവാളയും പിന്നെ നമ്മൾ മസാലകളും പിന്നെ ഒരു തക്കാളി ചെറുതാക്കി നുറുക്കിയത് അതും കൂടി ചേർക്കുക. പിന്നെ ഈ വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ അത് സവാളയും തക്കാളിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വഴന്ന് വന്നോളും. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ക്യാരറ്റ്, ഇതിപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത മസാലയാണ് ചേർക്കണം. ആ മസാല നല്ലോണം ഒന്ന് ഇളക്കി വന്നാൽ തന്നെ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു മണം കിട്ടും. വേറെ ബിരിയാണി മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വേറെ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല. ഈ ക്രഷ് ചെയ്ത മസാലയും കൂടി ചേർത്താൽ മതി. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇതൊന്ന് വഴറ്റി വരുമ്പോൾ ഒന്ന് വാടി വരണം. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർക്കണം. ഈ സമയത്ത് നമ്മൾ ഏത് വെജിറ്റബിളാണെന്ന് വെച്ചാൽ നമ്മൾ കരുതി വെച്ച വെജിറ്റബിൾസ് മുഴുവൻ ചേർക്കാം. ഈ മസാലയ്ക്കൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 1 കപ്പോളം തൈര് ചേർക്കണം. ആ തൈരിലാണ് ഈ മസാല നല്ലൊരു മണത്തോട് കൂടിയിട്ട് നല്ല ടേസ്റ്റ് കിട്ടും ബിരിയാണിക്ക്. 1 കപ്പ് തൈര് പുളി അനുസരിച്ച് നമ്മൾ മാറ്റി 1 കപ്പോ 1.25 കപ്പോ ചേർക്കാം. പിന്നെ അരി നമ്മൾ വേവിച്ച് മാറ്റി വെച്ച അരി കുറച്ച് ഈസിയായിട്ട് ചേർക്കാം. എന്നിട്ട് അതോടുകൂടി അപ്പം തന്നെ നമ്മൾ ഇളക്കി യോജിപ്പിക്കണം. അല്ലെങ്കിൽ മസാല എല്ലായിടത്തേക്കും എത്തില്ല. കുറച്ച് ഇട്ടിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ ബിരിയാണി തയ്യാറാക്കാം. ഇതുപോലെ ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ ചെയ്യാം. ഈ റേഷൻ അരി കൊണ്ട് നമുക്ക് അതുപോലെ തന്നെ വെറൈറ്റീസ് ഓഫ് ബിരിയാണീസും ഒക്കെ തയ്യാറാക്കാം. ഇതിങ്ങനെ മെല്ലെ ഇളക്കി യോജിപ്പിച്ച് ചേർക്കാം. അപ്പോൾ എല്ലാ മസാലയും എല്ലായിടത്തേക്കും എത്തും ചെയ്യും. നല്ലൊരു ടേസ്റ്റും കിട്ടും. എല്ലാതും ഇട്ട് നല്ലോണം യോജിപ്പിക്കുക. എല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞ് നല്ലോണം ഒന്ന് ഇളക്കി വലിയൊരു പാത്രത്തിൽ ചെയ്താൽ നല്ല എല്ലാ ഭാഗത്തേക്കും എത്തും. ദമ്മിടണമെങ്കിൽ ഇടാന്ന്. ഇപ്പോൾ ദമ്മിട്ടിട്ടില്ല, ദമ്മിടേണ്ട ആവശ്യമില്ല. സെപ്പറേറ്റ് വേവിച്ചിട്ടുണ്ട്. പിന്നെ നല്ലോണം മൂടി വെച്ച് വേവിച്ച കാരണം ദമ്മിൻ്റെ ആവശ്യമില്ല. ദമ്മിടണമെങ്കിൽ നമ്മളിത് വേറൊരു പാത്രത്തിൽ വെച്ച് തീയോ ചുരുക്കിയിട്ട് അരി വെച്ച് ജസ്റ്റ് ഇങ്ങനെ തുണി കൊണ്ടൊന്ന് ചുറ്റിയാക്കിയിട്ടാൽ മതി. സിമ്പിളാണ്. ഇതിപ്പോൾ ഞാൻ ദമ്മിട്ടിട്ടില്ല. വലിയൊരു കടായി ആയ കാരണം അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ 2 കഷ്ണം പുതിനേര ഇല, ഒരു ബിരിയാണിക്ക് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട്. മല്ലിയില പിന്നെ അവസാനം ഡെക്കറേറ്റ് ചെയ്യാൻ ചേർത്താൽ മതി. ഇതിപ്പോൾ 2 കഷ്ണം പുതിനേര ഇലയാണ് ചേർത്തുള്ളത്. 2 ഇല പുതിനേര പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. അവസാനം മല്ലിയില തൂവി നമുക്ക് ഇളക്കാം. അപ്പം ബിരിയാണിക്ക് നല്ലൊരു സ്മെല്ലുണ്ടാവും, നല്ലൊരു മണവും കിട്ടും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. മൂടി വെച്ച് കഴിഞ്ഞാൽ ആ ബിരിയാണി നല്ലൊരു മണയിൽ തന്നെ നിന്നോളും. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും സ്വാദിഷ്ടമായ ബിരിയാണി റേഷൻ അരി കൊണ്ട് തയ്യാറാക്കാം. നല്ല ചൂട്ടോടെ തന്നെ ഉപയോഗിക്കാം. നെയ്യിൽ തയ്യാറാക്കിയ കാരണം നല്ല ചൂട്ടോടെ കഴിക്കേണ്ടതാണ്. അത് ടേസ്റ്റ് കൊടുക്കാം. നല്ല ടേസ്റ്റോടെ തന്നെ ബിരിയാണി തയ്യാറാക്കാം. ആ മസാല നമ്മൾ വേറെ അഡീഷണലായിട്ട് ഒരു മസാലയും ചേർത്തിട്ടില്ല. നമ്മൾ ആ ക്രഷ് ചെയ്ത മസാല മാത്രം എടുത്തിട്ടുള്ളൂ. പിന്നെ പുഴുങ്ങിയ മുട്ടയും കൂടി വെച്ച് നമുക്ക് നമ്മുടെ എഗ് ബിരിയാണി നല്ല അടിപൊളിയായിട്ട്. എഗ് പുഴുങ്ങിയത് കുട്ടികൾക്ക് ഇഷ്ടമാണെന്ന് നമുക്ക് അധികം ചേർക്കാം. അല്ലെങ്കിൽ പിന്നെ ആവശ്യത്തിന് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് അലങ്കരിക്കാം. പിന്നെ നമ്മൾ സവോള നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതും നല്ല ക്രിസ്പിനെസ് ആയിട്ട് അതും ചേർത്ത് നമ്മുടെ എഗ് ബിരിയാണി അലങ്കരിച്ച് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.